ഹലോ, വെൽക്കം ബാക്ക് ടു എ ന്യൂ സ്പെഷ്യൽ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ തന്നെയാണ്. കാരണം ഐസുവിന് 2 വയസ്സാകാൻ പോവാണ്. ജനുവരി 4 2 വയസ്സ്. എത്ര പെട്ടെന്നാല് എനിക്കെന്തോ ഇന്നലെ ജനിച്ച പോലെ തോന്നുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം മിന്നക്കൊരു ടോപ്പ് എടുക്കാനുണ്ട്. അപ്പം ഞാൻ സ്ഥിരം വരുന്ന ആ ഒരു ഷോപ്പിൽ വന്നിട്ട് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മളൊരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. ഇതിൽ അവൾക്ക് വേണ്ടത് ഇപ്പം എല്ലാവരും ഇടുന്നത് പോലത്തെ നമ്മുടെ ആ ഷോർട്ട് ടോപ്പ് ടൈപ്പാണ്. പക്ഷേങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടായിട്ടിരുന്നില്ല. പിന്നെ കുറേ എന്തൊക്കെയായിട്ട് ലാസ്റ്റ് അങ്ങനെ ഒരു ബ്ലാക്ക് കിട്ടി. ഇപ്പം +2കാർക്ക് ടൂറല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സേനും അപ്പം അത് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കേക്കിൻ്റെ എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പ് കയറി. അവിടുന്ന് എനിക്ക് 2 ടോപ്പർ വാങ്ങാനുണ്ടേനും പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം അതൊക്കെ ഉണ്ടേനും വാങ്ങാൻ. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളൊരു സാധനം കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറൊരു ഷോപ്പിലും കൂടി കയറി. അപ്പോൾ എനിക്ക് അവിടുന്ന് ആവശ്യത്തിനുള്ള എല്ലാ സാധനവും കിട്ടി. ഞാൻ ഹാപ്പിയായി. അപ്പോൾ എൻ്റെ അടുത്ത് പണ്ട് ഞാൻ കുറേ കേക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുകയും പക്ഷേങ്കിൽ പിന്നെ എനിക്കെന്തോ മടിയെല്ലാം വന്നിട്ട് ഞാൻ ഇങ്ങനെ കേക്ക് ബോർഡ് എൻ്റെ അടുത്ത് 2-3 ഉണ്ടേനും. അപ്പോൾ അത് കളറ് കഴിഞ്ഞിട്ടും അങ്ങനെയൊക്കെ മോശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുതിയ ഒരെണ്ണം ഒന്ന് വാങ്ങിക്കാം, പിന്നെ ഒരു മിൽക്ക് കോമ്പൗണ്ട് വാങ്ങിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇവിടെ കയറി. അപ്പോൾ ഇവിടുന്ന് എനിക്ക് ആവശ്യത്തിനുള്ളതെല്ലാം കിട്ടി. പിന്നെ എനിക്കൊരു റിങ് നോക്കാനുണ്ടേനും. അപ്പോൾ ജ്വല്ലറി കയറി. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ഡിസംബർ 31 അല്ലെങ്കിൽ ഡിസംബർ 31 ഇത് ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി കുറേ ആയി ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു കേക്ക് ഉണ്ടാക്കി. തട്ടിക്കൂട്ട് കേക്കാണ്. അപ്പോൾ ഇത് കുളിച്ച് വന്നേരം മുടിയൊക്കെ ഇങ്ങനെ പറ്റി വന്നിട്ട് എന്തോ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് ഡ്രൈ ആക്കി കൊടുത്ത്, എന്നിട്ട് മുറ്റത്ത് തന്നെ ഉപ്പാൻ്റെ ഒരു മുണ്ട് വെച്ച് അതിലിങ്ങനെ കേക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാന്ന് വിചാരിക്കും. കേക്ക് ഇങ്ങനെ കറക്കിയിട്ട് താഴെ വീഴാൻ നോക്കുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ലേശം നമ്മുടെ മോഹൻലാലിലോട്ട് ഒരു ചെരിഞ്ഞിട്ടുള്ള ഒരു കേക്കേനും. പിന്നെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ഒന്നും വെച്ചിട്ടില്ല, ജസ്റ്റ് ഒരു 2ൻ്റെ ഒരു ടോപ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് കൊടുത്ത് അരിയിൽ തന്നെ ഒരു നമ്മുടെ കടലാസ് ചെടീൻ്റെ ഒരു ചെറിയൊരു പൂവ് അല്ല ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്ത്. കേക്കിൻ്റെ ഫിനിഷിംഗ് ഒന്നും ഒട്ടും റെഡിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, തട്ടിക്കൂട്ട് ഉണ്ടാക്കിയതാണ് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതിപ്പം ജനുവരി 1 നമ്മൾ ഐസുവിന് ഒരു സൈക്കിൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കണം. പിന്നെന്താ, അവനൊരു ഡ്രസ്സ് എടുക്കാനുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ടൗണിൽ തന്നെയുള്ള കല്ലാച്ചി ടൗണിൽ തന്നെയുള്ള ലിപ്സ് എന്ന ഷോപ്പിൽ നമ്മൾ പോയി. ഇവിടെ റാഷിഖാൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ഈ ഒരു റെഡ് സൈക്കിൾ നമ്മൾ വാങ്ങി. എനിക്കൊരു പിങ്കും ഒരു ബ്ലൂ ഒക്കെ വരുന്ന ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതും ഇഷ്ടമായിരുന്നു. ഈ ഒരു ഇതും എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ഇതൊരു പിങ്ക് ആയതുകൊണ്ട് ഗേൾസിനല്ലേ പിങ്ക് പൊതുവേ, അങ്ങനെ ഒരു തോട്ടല്ല. അതുകൊണ്ട് ഞാൻ പിങ്ക് എടുത്തിട്ടില്ല. പിന്നെ ബ്ലൂ അല്ല, ഈ ഒരു ഗ്രീനിഷ് ടൈപ്പ് ഇത് എനിക്ക് ഇഷ്ടമായി, പേസ്റ്റൽ കളേഴ്സ്. പക്ഷേങ്കിൽ ഇതിൻ്റെ ബേക്കൊരു ബോട്ടിലാണ് വരുന്നത്. അപ്പോൾ അതിനെക്കൊണ്ടൊരു വലിയ യൂസൊന്നുമില്ല. ബോട്ടിൽ എന്തായാലും എടുത്ത് കളയും. പിന്നെ ഇങ്ങനെ ഒരു ബേക്ക് സ്റ്റോറേജ് പോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന് ഇട്ടുകൊണ്ട് നടക്കാം. ഇതിന് ഹോൺ ഉണ്ട്, എല്ലാം കൊണ്ടും എനിക്ക് ഇതാണ് ഇഷ്ടമായി. അപ്പോൾ ഇതെന്നെ എടുത്ത്. പിന്നെ അവിടെ ഉള്ളത് ആ ഒരു ബോള്, അങ്ങനത്തെ ഒരു ടൈപ്പ് ബോളും നമ്മൾ വാങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ അതൊക്കെ വാങ്ങി അവനെ ഹാപ്പിയായി. പിന്നെ ഇവിടെ ഒരുപാട് കളിക്കുന്ന സാധനം ഉള്ളതുകൊണ്ട് ആൾ പോയിരുന്നില്ല. എങ്ങനെയല്ലോ ഇവിടുന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. കാരണം ഇവിടെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് ടോയ്സും കളിക്കുന്ന ഓരോ ഐറ്റംസും ഇങ്ങനെ തിങ്ങി നിറഞ്ഞുള്ളതുകൊണ്ട് ഇങ്ങനെ അവന് പോരാത്ത രീതിയിലേനുള്ളത്. അങ്ങനെ ഓൾമോസ്റ്റ് ഈ ഒരു ഇത് വാങ്ങി. ഇത് അറൗണ്ട് ഒരു 2500 താഴെ ആയിട്ട് വരും ഈ ഒരു വണ്ടിക്ക്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു സൈക്കിൾ തന്നെ വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം
ഇവൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും അപ്പടെ പൊട്ടിച്ച് കളയും. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ച് പൈസ ആയാലും കുഴപ്പമില്ല, അതിന് നല്ലോണം യൂസ് ചെയ്യാമല്ലോ. തട്ടിക്കൂട്ട് വണ്ടി വാങ്ങിയിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതിനെക്കാട്ടും നല്ലത് കുറച്ച് ക്വാളിറ്റിയുള്ള വാങ്ങലല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് ക്വാളിറ്റിയുള്ള തന്നെ വാങ്ങി. പിന്നെ ഇതൊരു കുഞ്ഞി താറാവിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല സോഫ്റ്റ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും, ഞാൻ അധികം സ്ഥിരം എടുക്കുന്നിടത്ത് തന്നെയാണ് അധികം എപ്പോഴും എനിക്കായാലും ഡ്രസ്സ് എടുക്കാറ്. വേറെ ഒരു ഷോപ്പ് നോക്കാറില്ല. എടുക്കുന്ന ഏത് സ്ഥലത്താണ് എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന ആ ഒരു സ്ഥലത്ത് നിന്നേ ഞാൻ എടുക്കാറുള്ളൂ. അങ്ങനെ നമ്മളെപ്പോഴും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ പോകുന്ന സ്ഥലം, ഡ്രസ്സ് എടുക്കാനൊക്കെ. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ ഇന്ന് ഐസൂന് ഡ്രസ്സ് എടുക്കുന്നത്. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് അവന് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഡ്രസ്സേനും എടുത്തത്. ഇത് എനിക്കൊരു നമ്മുടെ റൈഡർമാരൊക്കെ ഇടുന്ന ആ ഒരു ടൈപ്പായിട്ട് തോന്നി. അപ്പോൾ അത് വേണ്ടെന്ന് വെച്ച്. പിന്നെ ഉമ്മാക്കൊരു പാൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഒരു ബ്ലാക്ക്, നല്ല മെറ്റീരിയൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതെടുക്കാം. അങ്ങനെ അതിന് മാച്ചായിട്ടുള്ള സെയിം ബ്ലാക്ക് തന്നെ ഒരു ടീഷർട്ടും എടുത്ത്, ഇതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ച് ഒരു ബൂട്ട് പെയർ ചെയ്യാന്ന്, നല്ല രസമുണ്ടാവില്ലേ. അങ്ങനെ ബൂട്ട് കയ്യിലില്ല, പക്ഷെ ഇൻഷാല്ലാ എന്തായാലും ഒരു ബൂട്ടും കൂടി വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് സെറ്റായി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ അവിടെ ഒരുപാട് എന്താ പറയുക, ഈ സ്പെക്സ് ഇല്ലേ, ഇതിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്പെക്സ് ഇട്ട് നോക്കുന്നുണ്ട്. ഈ ഒരു യെല്ലോ സ്പെക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാ ഫ്രീക്ക് ബോയ്സിൻ്റെ കയ്യിലും ഇങ്ങനത്തെ ഒരു സ്പെക്സ് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കി, ഇത് അവരിങ്ങനെ മാറ്റി മാറ്റി വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് കുറച്ച് വലുപ്പമുണ്ടേനും, അങ്ങനെ മാറ്റി മാറ്റി ഇട്ട് നോക്കുന്നുണ്ട്. ആദ്യമൊന്നും കുഴപ്പമില്ലേനും ഡ്രസ്സ് ഇട്ട് നോക്കുന്നുണ്ട്, ഇങ്ങനെ കണ്ണട മാറ്റി വെച്ച് നോക്കുന്നുണ്ട്. ഓക്കേനും ലാസ്റ്റ് അപ്പം ആയപ്പോൾ അവനും അടുത്ത് വന്ന് പിന്നെ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും ഭയങ്കര കരച്ചിലേനും. പിന്നെ ഈ ഒരു കൊറിയൻ ടൈപ്പ് ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കോഡ് സെറ്റ് ഇടാമെന്ന് വിചാരിച്ച് സമ്മതിക്കുന്നില്ല. ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെയും വിടുന്നില്ല. അപ്പോൾ അത് അവനിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ. ഇങ്ങനെ ഡ്രസ്സ് മാറ്റി മാറ്റി ഇടുന്നത് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അവനിട്ട് കൊടുത്തപ്പോൾ ഓക്കെ. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഡ്രസ്സിനും ചേരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കോഡ് സെറ്റ് ഉണ്ട്. വൈറ്റ്, പ്യുവർ വൈറ്റ് ഉണ്ടേനും, വൈറ്റും. പക്ഷേ ഞാൻ വിചാരിച്ചത് ഉറങ്ങും മാറ്റി നടക്കും, അല്ലാണ്ട് ഫുള്ള് കച്ചറയാക്കും. എനിക്കിഷ്ടമാണ് വൈറ്റിട്ട് കാണാൻ, പക്ഷെ എന്ത് ചെയ്യാനാ, അവൻ്റെ കേസിൽ നടക്കൂല. അവൻ ഫുഡ് കഴിച്ചിട്ട് കൈമേൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ തന്നെ വേഗം ഡ്രസ്സിൽ ഉറക്കും. അതുകൊണ്ട് വൈറ്റ് വേണ്ടെന്ന് വിചാരിച്ച്. ഇഷ്ടമായിട്ട് എന്ത് കാര്യം, അത് വർക്ക് ചെയ്യുമല്ലോ. അപ്പോൾ എന്താണെന്നറിയില്ല, ഡ്രസ്സെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് ആ ഒരു ഗ്ലാസിൻ്റെ സൈഡിലൂടെ പോയി നിന്നിട്ട് ഇങ്ങനെ വണ്ടി വരുന്നതായിരിക്കാം ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ അതാ ഈ ഒരു കൊറിയൻ ടൈപ്പ് ഡ്രസ്സും അതെനിക്കിഷ്ടമായി. മാഷാ അല്ലാഹ്, ഇട്ട് നോക്കുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവന് ചേരുന്ന പോലെ എനിക്ക് തോന്നി. നമുക്ക് മക്കൾക്ക് നമ്മളെന്തെങ്കിലും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ. ഈ ഒരു കോഡ് സെറ്റും ഉണ്ടേനും ഇതും എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. ഈ ഒരു വൈറ്റിൽ മാഷാ അല്ലാഹ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താക്കാനാ, എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം
എടുത്ത സീനായിരിക്കും. ഇതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ അവസ്ഥ പറയണ്ട. അപ്പം ഞാനിത് എടുക്കുന്നില്ല, വളരെ സങ്കടത്തോടു കൂടി ഇതെടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ ട്രയലിന് ശേഷം നമ്മൾ ഒരു 3 ജോഡി എടുക്കുന്നുണ്ട്. ഒന്ന് ഉമ്മാൻ്റെ ആകെ എടുത്തു കൊടുത്തു ഉമ്മ. അപ്പോൾ ഒരു കോഡ് സെറ്റ് ഉമ്മ എടുത്തു കൊടുത്തു, ബാക്കി 2 ഞാൻ എടുത്തു കൊടുത്തു. കാരണം നമുക്ക് 1 2 3 കുറച്ച് കല്യാണം വരുന്നുണ്ട്, അപ്പോൾ അതിനൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് 2 ജോഡി എക്സ്ട്രാ ഞാൻ പിന്നെ എടുത്തു. എന്താ കണ്ടപ്പോൾ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പോയതാണ്, പക്ഷേ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മളെപ്പോഴും കയറുന്നിടത്ത് തന്നെ ഫുഡ് കഴിക്കാൻ കയറി. നല്ലൊരു അൽഫാമൊക്കെ കഴിച്ചു. അപ്പോൾ അത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ബർത്ത്ഡേ വ്ളോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.